പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രിഗറി ദി ഗ്രേറ്റ്. നിങ്ങളുടെ ആദ്യ ആഗ്രഹം ദൈവത്തെ സ്നേഹിക്കുക, പ്രാർത്ഥനയിലൂടെയും പഠനത്തിലൂടെയും അവനെ അറിയുക, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കുക എന്നിവയായിരുന്നു. ദൈവം നിങ്ങൾ നൽകിയത് സ്വീകരിച്ച് അതിനെ തൻ്റെ സഭയെ തുടർന്നും വളർത്തുന്ന ഉറച്ച അടിത്തറയാക്കി മാറ്റി. ദൈവം തൻ്റെ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അവൻ തിരഞ്ഞെടുക്കുന്ന ഏതു വിധത്തിലും എന്നെ ഉപയോഗിക്കുന്നതിന് എൻ്റെ ജീവിതം എല്ലായ്പ്പോഴും ഉറച്ച വിശ്വാസത്തിൽ അധിഷ്ഠിതമാകാൻ ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹാനായ വിശുദ്ധ ഗ്രിഗറി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ആമേൻ. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, കത്തോലിക്ക സഭ സെപ്റ്റംബർ 3 വിശുദ്ധ ഗ്രിഗറി ദി ഗ്രേറ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ഗ്രിഗറി ദി ഗ്രേറ്റ് AD 540 റോം നഗരത്തിൽ ജനിച്ചത് ഒരു കുലീന കുടുംബത്തിലാണ്. അവരുടെ അംഗങ്ങൾ രാഷ്ട്രീയവും മതപരവുമായ ഓഫീസുകൾ നിറച്ചു. ഗ്രിഗറിയുടെ പിതാവ് ഒരു സെനറ്ററായിരുന്നു. പിന്നീട് മേയറുടെ റോളിന് സമാനമായി റോമിൻ്റെ പ്രിഫെക്റ്റായി. അവൻ്റെ അമ്മ സിൽവിയ ഒരു സദ്ഗുണസമ്പന്നയായ സ്ത്രീയായിരുന്നു. പിന്നീട് അവൻ്റെ 2 അമ്മായിമാരെ പോലെ ഒരു വിശുദ്ധിയായി അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ഗ്രിഗറിയുടെ സ്വാധീനവും സമ്പന്നവും വിശുദ്ധമായ കുടുംബം അദ്ദേഹത്തിന് മികച്ച വിദ്യാഭ്യാസം നൽകുകയും ചെറുപ്പം മുതൽ കത്തോലിക്ക വിശ്വാസത്തിൽ അവനെ വളർത്തുകയും ചെയ്തു. തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ 14 വർഷങ്ങളിൽ ഗ്രിഗറി റോം നഗരത്തെ യുദ്ധത്തിനും രോഗത്തിനും സാക്ഷ്യം വഹിച്ചു. 479 മുതൽ ഓസ്ട്രോഗോത്തുകൾ റോം ഭരിച്ചിരുന്നു. എന്നാൽ 535-554 മുതൽ കിഴക്കൻ റോമൻ ചക്രവർത്തി നിയന്ത്രണം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ യുദ്ധം തുടങ്ങി. യുദ്ധം റോമിൽ കാര്യമായ നാശമുണ്ടാക്കുകയും നിരവധി മരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഗ്രിഗറിക്കും കുടുംബത്തിനും ഒരു കാലത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നേക്കാം. 554 സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ഇറ്റലി കിഴക്കൻ റോമൻ ചക്രവർത്തിയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ആളുകൾ റോമിലേക്ക് മടങ്ങാനും നഗരം പുനർനിർമ്മിക്കാനും ക്രമം പുനഃസ്ഥാപിക്കാനും തുടങ്ങി. 554-574 മുതൽ ഗ്രിഗറി തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് വിവിധ സിവിൽ നേതൃത്വ റോളുകൾ ഏറ്റെടുത്തു. ഏകദേശം 573 തൻ്റെ പിതാവ് മുമ്പ് വഹിച്ചിരുന്ന അതേ സ്ഥാനത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു, റോമിലെ പ്രിഫെക്റ്റ്. എന്നിരുന്നാലും ഗ്രിഗറി ഈ വേഷം ഏറ്റെടുത്ത് അധികം താമസിയാതെ അവൻ്റെ പിതാവ് മരിച്ചു. ഗ്രിഗറി തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്താൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം പ്രിഫെക്റ്റ് സ്ഥാനം രാജിവെച്ചു. തൻ്റെ കുടുംബഭവനം ഒരു ആശ്രമമാക്കി മാറ്റി. സന്യാസവ്രതങ്ങൾ സ്വീകരിച്ചു. ആഴത്തിലുള്ള പ്രാർത്ഥനയുടെ ആ സമയം അദ്ദേഹത്തിന് അമൂല്യമായിരുന്നു. ദൈവം പിന്നീട് അവനെ ഏൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ജോലികൾക്കായി അവനെ ഒരുക്കും. ഒരു സന്യാസി എന്ന നിലയിൽ ഗ്രിഗറി അടുത്ത 4 വർഷം ശാന്തമായ പ്രാർത്ഥനയിലും പഠനത്തിലും മുഴുകി. ഈ വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വർഷങ്ങളായിരുന്നു. 578 പെലാജിയസ് 2 മാർപ്പാപ്പ ഗ്രിഗറിയെ റോമിലെ 7 ഡീക്കന്മാരിൽ ഒരാളായി നിയമിക്കുകയും ഒരു വർഷത്തിനു ശേഷം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് തൻ്റെ അപ്പോക്രിസിയേരിയസ് അല്ലെങ്കിൽ പാപ്പൽ അംബാസഡറായി അയക്കുകയും ചെയ്തു. തൻ്റെ 6 വർഷത്തെ വെല്ലുവിളിക്കിടയിലും ഡീക്കൻ ഗ്രിഗറി തൻ്റെ സന്യാസ ജീവിതം പ്രാർത്ഥനയിലും പഠനത്തിലും നിലനിർത്തി. സാമ്രാജ്യത്വ കോടതിയിലെ തൻ്റെ ചുമതലകൾ നിറവേറ്റി. ഈ സമയത്ത് ഡീക്കൻ ഗ്രിഗറി ഇയോബിൻ്റെ പുസ്തകത്തിൽ തൻ്റെ പ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതാൻ തുടങ്ങി. അത് ദൈവത്തിൻ്റെ സ്വഭാവം, തിന്മയുടെ പ്രശ്നം, മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ ഗ്രാഹ്യങ്ങൾ, ക്ഷമയുടെ ഗുണം എന്നിവയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ നൽകി. കോൺസ്റ്റാന്റിനോപ്പിളിലെ തൻ്റെ സേവനം പൂർത്തിയാക്കിയ ശേഷം ഡീക്കൻ ഗ്രിഗറി റോമിലേക്ക് മടങ്ങി. തൻ്റെ ആശ്രമത്തിൻ്റെ മഠാധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ നിരവധി വർഷങ്ങൾ സമാധാനപരമായ സന്യാസ ജീവിതം ആസ്വദിച്ചു. 590 പെലാജിയസ് 2 മാർപ്പാപ്പ മരിച്ചു. റോമിലെ ജനങ്ങൾ ഗ്രിഗറിയെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അദ്ദേഹം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തു.
മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സന്യാസി. തുടർന്നുള്ള 14 വർഷങ്ങളിൽ നിരന്തരമായ അനാരോഗ്യം ഉണ്ടായിരുന്നിട്ടും ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പ ചരിത്രത്തിലെ ഏറ്റവും അനന്തരഫലമായ പാപ്പമാരിൽ ഒരാളായി സ്വയം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിൽ സഭയുടെ ഭരണത്തിലും ആരാധനാക്രമത്തിലും അദ്ദേഹം കാര്യമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി. ഭരണപരമായി സഭയുടെ സ്വത്തും സാമ്പത്തികവും കൈകാര്യം ചെയ്യുന്ന രീതി അദ്ദേഹം പരിഷ്കരിച്ചു. ഈ വിഭവങ്ങളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗം ഉറപ്പാക്കാൻ അദ്ദേഹം കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കി. സ്വജനപക്ഷപാതം, സുതാര്യത വർദ്ധിപ്പിക്കൽ, മാർപ്പാപ്പയുടെ ഖജനാവ് കാലിയാക്കുന്നതിലേക്ക് വളരെയധികം വിപുലീകരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ദുരുപയോഗങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. മാർപ്പാപ്പയെ ശക്തിപ്പെടുത്തുകയും തൻ്റെ സംരക്ഷണത്തിൽ കീഴിലുള്ളവരുടെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട തന്ത്രപരമായ സൈനിക രാഷ്ട്രീയ സഖ്യങ്ങളും അദ്ദേഹം കെട്ടിപ്പടുത്തു. പല സിവിൽ നേതാക്കളും മാർഗനിർദ്ദേശത്തിനായി അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. ആരാധനാക്രമത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശവും റുബ്രിക്സുകളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഗ്രിഗറി മാർപ്പാപ്പ ആരാധനാക്രമത്തിൻ്റെ സ്റ്റാൻഡർഡൈസേഷനിൽ സംഭാവന നൽകി. അദ്ദേഹം പ്രാർത്ഥനകൾ, കുർബാനയുടെ ഒഴുക്ക്, ആരാധനാക്രമ വർഷം എന്നിവ സ്ഥാപിക്കുകയും ആരാധനാമന്ത്രം വികസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. അത് ഗ്രിഗോറിയൻ ചാന്ദ് എന്നറിയപ്പെടുന്നു. പോപ്പ് ഗ്രിഗറിയും തൻ്റെ മിഷനറി മനോഭാവം പ്രകടമാക്കി. ഏറ്റവും ശ്രദ്ധേയമായി ഇംഗ്ലണ്ടിലെ ആംഗ്ലോ സാക്സൺ ജനതയുടെ പ്രവർത്തനത്തിന് തുടക്കമിട്ട ഒരു ദൗത്യം അദ്ദേഹം ആരംഭിച്ചു. ഗ്രിഗറി മാർപ്പാപ്പ ഒരിക്കൽ റോമൻ വിപണിയിൽ ചില അടിമ ആൺകുട്ടികളെ കണ്ടുമുട്ടിയതായി പറയപ്പെടുന്നു. അവർ എവിടെ നിന്നുള്ളവരാണെന്ന് അദ്ദേഹം ചോദിച്ചു. അവർ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആംഗ്ലുകളാണെന്ന് പറഞ്ഞു. ആൺകുട്ടികൾ മാലാഖമാരാണെന്ന് ഗ്രിഗറി മറുപടി നൽകി. ആൺകുട്ടികളുടെ അടിമകളായി വിൽക്കുന്നത് കണ്ടപ്പോൾ ഗ്രിഗറിയുടെ ഹൃദയത്തിൽ ഒരു പുറജാതീയ രാഷ്ട്രത്തെ പരിവർത്തനം ചെയ്യാനുള്ള ആഗ്രഹവും ഇംഗ്ലണ്ടിലെ ആംഗ്ലുകളിലേക്കും സാക്സണുകളിലേക്കും മിഷനറിമാരെ അയക്കാനുള്ള ദൃഢനിശ്ചയവും നട്ടുവളർന്നു. ഈ ദൗത്യങ്ങൾ കാൻറ്റർബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ പോപ്പ് ഗ്രിഗറിയുടെ സ്വന്തം ആശ്രമത്തിൽ നിന്ന് അയച്ച അദ്ദേഹത്തിൻ്റെ 40 സഹോദര സന്യാസിമാർ എന്നിവരുടെ ശ്രമങ്ങളിലൂടെ ആത്യന്തികമായി വളരെ വിജയകരമായിരുന്നു. തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള തൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് പുറമെ ബിഷപ്പുമാർക്കും മറ്റ് സഭാ നേതാക്കന്മാർക്കും സ്വാധീനമുള്ള ഒരു വഴികാട്ടിയായ പാസ്റ്ററൽ റൂൾ പോപ്പ് ഗ്രിഗറി രചിച്ചു. അത് അവരുടെ അജപാലന ചുമതലകളും അവരുടെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റവും വിവരിച്ചു. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ആദ്യകാല ജീവചരിത്രം ഉൾപ്പെടെ പ്രചോദനാത്മകമായ ദർശനങ്ങൾ, അത്ഭുതങ്ങൾ, വിശുദ്ധരുടെ ജീവിത കഥകൾ എന്നിവയുടെ ഒരു ശേഖരമാണ്. പോപ്പ് ഗ്രിഗറിയുടെ ഏകദേശം 800 കത്തുകൾ അദ്ദേഹത്തിൻ്റെ കാലത്തെ സഭാപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ച നൽകുന്നു. ഈ കത്തുകളിൽ പ്രായോഗിക ദൈവശാസ്ത്രപരവും അജപാലനപരവുമായ ഉദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. അത് ശാശ്വതമായ പാരമ്പര്യം രൂപപ്പെടുത്തുകയും നൂറ്റാണ്ടുകളിലുടനീളം സഭാ നേതൃത്വത്തെ സാരമായി സ്വാധീനിക്കുകയും ചെയ്തു. 604 മാർച്ച് 12 മഹാനായ വിശുദ്ധ ഗ്രിഗറി ദിവംഗതനായി. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിലാണ് കബറിടം സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ് രാജ്യങ്ങൾ, ഗായക സംഘപാലകർ, വിദ്യാഭ്യാസ പ്രവർത്തകർ, രക്തവാത രോഗികൾ, കൽപ്പണിക്കാർ, സംഗീതജ്ഞന്മാർ, ഗായക സംഘങ്ങൾ, പാട്ടുകാർ, കല്ലുവെട്ടുകാർ, അധ്യാപകർ, മാർപ്പാപ്പമാർ, വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ, പ്ലേഗ് പ്രതിരോധം, രക്തവാത പ്രതിരോധം, ജ്വരപ്രതിരോധം എന്നിവയുടെ മധ്യസ്ഥ സഹായകനായി വിശുദ്ധ ഗ്രിഗറിയെ വണങ്ങുന്നു. സ്ഥായിയായ പൈതൃകങ്ങൾ കെട്ടിച്ചമയ്ക്കാനോ വാങ്ങാനോ കെട്ടിച്ചമയ്ക്കാനോ കഴിയില്ല. അവ യഥാർത്ഥ നേതൃത്വത്തിൻ്റെയും ഒരാൾ അവശേഷിപ്പിക്കുന്ന അഗാധമായ സ്വാധീനത്തിൻ്റെയും ഫലമാണ്. പോപ്പ് ഗ്രിഗറി ഒന്നാമൻ ഇപ്പോൾ വിശുദ്ധ ഗ്രിഗറി ദി ഗ്രേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്.
മതപരമായും രാഷ്ട്രീയപരമായും തൻ്റെ കാലത്തെ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയതിനാൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വാധീനവും രചനകളും സഭ അദ്ദേഹത്തിന് ശേഷം സ്വീകരിക്കേണ്ട ദിശയെ ഉറപ്പിച്ചതിനാൽ അദ്ദേഹം മഹാനാണ്. അവൻ്റെ ആദ്യ പ്രണയങ്ങൾ ക്രിസ്തുവിനോടും സന്യാസ ജീവിത രീതിയോടുമായിരുന്നു. ഗ്രിഗറിയുടെ എളിയ ജീവിത രീതി ദൈവം തൻ്റെ സഭയെ തുടർന്നും പണിയുന്നതിനുള്ള അടിത്തറയായി ഉപയോഗിച്ചു. ഈ മഹാനായ മാർപ്പാപ്പയെ നാം ആദരിക്കുമ്പോൾ മറ്റുള്ളവർ വളരുകയും തഴച്ചു വളരുകയും ചെയ്യുന്ന ഒരു അടിത്തറയായി നിങ്ങളുടെ ജീവിതം മാറ്റേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുക. പ്രാർത്ഥനയും ദൈവവുമായുള്ള ഐക്യവും നമ്മുടെ പ്രാഥമിക ദൗത്യമാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ചുറ്റുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിനും നാം ഉറച്ച അടിത്തറ സ്ഥാപിക്കുകയുള്ളൂ. വിശുദ്ധ ഗ്രിഗറി ഇത് നന്നായി ചെയ്തു. ദൈവം അവനെ മഹത്തായ വഴികളിൽ ഉപയോഗിച്ചു. നമുക്ക് ഓരോരുത്തർക്കും ഇത് തന്നെ പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രിഗറി ദി ഗ്രേറ്റ്, നിങ്ങളുടെ ആദ്യ ആഗ്രഹം ദൈവത്തെ സ്നേഹിക്കുക, പ്രാർത്ഥനയിലൂടെയും പഠനങ്ങളിലൂടെയും അവനെ അറിയുക, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കുക എന്നിവയായിരുന്നു. ദൈവം നിങ്ങൾ നൽകിയത് സ്വീകരിച്ച് അതിനെ തൻ്റെ സഭയെ തുടർന്നും വളർത്തുന്ന ഉറച്ച അടിത്തറയാക്കി മാറ്റി. ദൈവം തൻ്റെ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അവൻ തിരഞ്ഞെടുക്കുന്ന ഏതു വിധത്തിലും എന്നെ ഉപയോഗിക്കുന്നതിന് എൻ്റെ ജീവിതം എല്ലായ്പ്പോഴും ഉറച്ച വിശ്വാസത്തിൽ അധിഷ്ഠിതമാക്കാൻ ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹാനായ വിശുദ്ധ ഗ്രിഗറി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.